ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഹോം മെയ്ഡ് കൺമഷി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പുരികം വളരുന്നതിനും കൺപീലി വളരുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. യാതൊരു കെമിക്കലും ഇല്ലാത്ത നല്ല ഒരു കൺമഷി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് കുറച്ച് നീലയമരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കറ്റാർ വാഴ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് പനിക്കൂർക്ക ഇലയാണ്. ഒരു നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ തുളസി ഇലയാണ്. ഇത് പൂവാങ്കുറുന്നിലയാണ്. ഇത് കയ്യോന്നിയാണ്. ഇവയെല്ലാം തന്നെ മുടി വളർച്ചയ്ക്കും കൺപീലി വളരുന്നതിനും എല്ലാം വളരെ നല്ലതാണ്. ഇത് നമുക്ക് എണ്ണ കാച്ചി തലയിൽ തേച്ചാലും അതിനും വളരെ നല്ലതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവയുടെ എല്ലാം ജ്യൂസാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കിവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചു കൊണ്ടുവരാം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കേണ്ടി വന്നതാണ്. അതിലേക്ക് നല്ല ശുദ്ധമായ ഒരു കോട്ടൺ തുണി മുക്കിയാണ് വെക്കേണ്ടത്. അതിനായി ഞാനൊരു ശുദ്ധമായ ഒരു കോട്ടൺ തുണി എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ നീരിലേക്ക് മുക്കി വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ ഇത് മുക്കി വെച്ച് ഇതിൻ്റെ നീരെല്ലാം ഈ തുണിയിലേക്ക് പിടിക്കണം. ഇതിപ്പോൾ ഒരു 4-5 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. ഇതിനി നമ്മൾക്ക് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതൊരു വലിയ തുണിയായതുകൊണ്ടാണ് ഇങ്ങനെ. കുറച്ച് നീര് കൂടുതലുണ്ടായിരുന്നു. ബാലൻസ് നീരുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വീണ്ടും ഉണങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടി ഇതിൽ മുക്കി വീണ്ടും ഉണക്കാം. അധികം ചൂടടിക്കാത്ത വെയിൽ തട്ടാതെ തണലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഡിൽ വെച്ച് ഉണക്കുന്നതാണ് വളരെ നല്ലത്. അങ്ങനെ നമുക്ക് തുണി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം നല്ലോണം പിടിച്ച കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് തുണി കീഴിലെടുത്ത് തിരിച്ചിരി ഉണ്ടാക്കാം. ബാക്കി തുണി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് തീരുമ്പം വീണ്ടും ഇതുപോലെ ഉതിർത്തെടുത്താൽ മതി. ഇത് നമുക്ക് മടക്കി സൂക്ഷിച്ച് വെച്ചിരിക്കാം. ഇതൊരു മൺചിരാതാണ്. ഇത് ഞാൻ നേരത്തെയും ഇതിൽ വെച്ചാണ് കരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കറുത്തിരിക്കുന്നത്. നമുക്കിതിൽ വെളിച്ചെണ്ണയോ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് കത്തിക്കാം. ഇത് രണ്ടിലേതൊഴിച്ചാലും മതി. ഞാനിപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലൊരു കലമോ അല്ലെങ്കിൽ ഒരു മൺപാത്രമാണ് കുറച്ച് നല്ലത്. നല്ല വൃത്തിയുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ കണ്ണിനകത്ത് എഴുതുന്നതായതുകൊണ്ട് മൺപാത്രമോ അല്ലെങ്കിൽ സ്റ്റീലല്ലാത്ത പാത്രങ്ങൾ, നല്ല വൃത്തിയുള്ള ഏതെങ്കിലും പാത്രമുണ്ടെങ്കിൽ അതിലേക്ക് കരി പിടിക്കുകയുള്ളൂ. ഇങ്ങനെ ഇവിടെ നകത്തൊരു ചെറിയ പരിവരിപ്പുള്ളതാകുമ്പോൾ നമുക്ക് കരി അതിൽ പിടിച്ച് കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇങ്ങനെ കത്തിച്ച് വെച്ചും കൊണ്ട് ഇത് ചെറിയ നിലവിളക്കായാലും മതി, കത്തിച്ചാലും മതി. പക്ഷെ നമ്മൾക്ക് ഇതുപോലെ അത് തിരിച്ചിങ്ങനെ വയ്ക്കത്തക്ക വിധത്തിലുള്ളൊരു പാത്രം വേണം. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഒരു ശകലം പോലും പുക വെളിയിൽ പോകാത്ത വിധത്തിൽ വയ്ക്കണം. അണഞ്ഞും പോകരുത്. ഇങ്ങനെ കത്തുന്നുണ്ട്. കുറച്ച് വായു കയറത്തക്ക വിധത്തിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അണഞ്ഞു പോകും. നമുക്കിനി ഇതെടുത്ത് നോക്കാം. ഇത് നിറയെ കരിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇത്രയും കരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കാസ്റ്റർ ഓയിൽ ഒഴിച്ച് കുഴയ്ക്കാം. ഇത് അങ്ങാടി കടയിൽ നിന്നാണ് ഈ കാസ്റ്റർ ഓയിൽ വാങ്ങിച്ചത്. ഇത് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റും. വളരെ കുറച്ച് വീതം കാസ്റ്റർ ഓയിൽ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. കാസ്റ്റർ ഓയിലാണ് ഏറ്റവും നല്ലത്. അതില്ല എങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കുഴച്ചെടുക്കാം.